പ്രിയ സഹോദരങ്ങളെ, ഞാൻ അല്പം നേരത്തെയാണ്, കാരണം സമയം അധികം എനിക്കില്ല. അതുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് നേരത്തെ വന്നാണ്. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഓർത്തസഭയിലെ സ്ത്രീജനങ്ങൾക്ക് പ്രയാസമുണ്ടാവും. അവരത് ചിന്തിച്ച് നോക്കിയിട്ട് എനിക്കെതിരെ വന്നാൽ മതി. അത് പോട്ടെ. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹവ്വായെ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ കൊണ്ട് പാപം ചെയ്യിച്ചു. അത് തന്നെയാണ് ഇന്ന് പുരോഹിത വർഗങ്ങളും എല്ലാ ആത്മീയ നേതാക്കന്മാരും ചെയ്യുന്നത്. ബെന്തിക്കോസ്തവയെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് ഞാനെടുത്ത് പറയാം അതിനെക്കുറിച്ച്. ബെന്തിക്കോസ്തവയെക്കുറിച്ച് ഇപ്പോഴും ഈ കള്ളന്മാർ ഓരോന്ന് പറയുന്നത് പാവം പിടിച്ച മനുഷ്യരെ വഞ്ചിക്കുന്ന ഇവനൊക്കെ എവിടെ ഏത് രീതിയിൽ ദൈവം ന്യായം വിധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ സഭയിൽ നടക്കുന്ന തന്നെ ക്രിസ്തീയ പുരോഹിത വർഗം മുഴുവൻ സ്ത്രീകളെ സാത്താൻ ഹവ്വായെ പരീക്ഷിച്ച പോലെ പറഞ്ഞു മനസ്സിലാക്കിയതുപോലെ ഇനി പുരോഹിത വർഗം സാത്താന്മാർ അവർ സ്ത്രീകളെ ഓർത്തഡോക്സ് സ്ത്രീകളെ വശീകരിച്ചിരിക്കുകയാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർ ഓരോന്നും വിളിച്ചു പോകുന്നേ ഉള്ളൂ. അവർക്കൊന്നും അറിയത്തില്ല. എന്നാലും അവൾ ഓരോന്നും വിളിച്ചു പറയും. അതായത് ദൈവം പറഞ്ഞാൽ അവർക്കറിയാം ഹവ്വായ്ക്ക്. എങ്കിലും അതൊന്നും അല്ല, ഫ്രഷായിട്ട് കിട്ടിയ ഒരു ന്യൂസാണ്. എല്ലാം നിങ്ങൾക്ക് കിട്ടും. അവളത് വിശ്വസിച്ചു. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഈ പുരോഹിത വർഗം പറയുന്നത് കേട്ടിട്ട് ഈ ഓർത്തഡോക്സ് സ്ത്രീകൾ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സ്ത്രീ സമാജം, കന്യാസമാജം, മറ്റേ സമാജം എന്തവിടെ നിങ്ങൾ സാധിച്ചു? നീ ആ സമയത്ത് നിൻ്റെ വീട്ടിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് അല്പസമയം ചെലവഴിച്ചിട്ട് നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ നിൻ്റെ മുറിയിൽ കയറി കഥ അടച്ച് ഒരു മുറി കൊണ്ടെങ്കിലും മക്കളെല്ലാം അടിച്ചിറക്കിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ നിങ്ങൾ ധ്യാനപ്രസംഗം, മറ്റേ പ്രസംഗം, ഇന്ന് എല്ലാ ആഘോഷങ്ങൾക്കും നിങ്ങളെല്ലാം പോകുന്നത് എന്താ സാധിക്കുന്നത്? എന്തുവാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഈ പോകുന്ന സമയത്തൊന്നും നിൻ്റെയൊക്കെ മനസ്സിൽ എൻ്റെ ദൈവമേ എന്നുള്ള ചിന്തയുണ്ടോ? നീയൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുമ്പം വിളിക്കും എൻ്റെ ദൈവമേ എന്ന്. അതുകൊണ്ട് കാര്യമില്ല. നിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നീ നിൻ്റെ ദൈവത്തെ ഓർക്കണം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, മക്കളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇന്ന് പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതായത് അബ്രഹാമിൻ്റെ മകൻ ഇസാക്കിൻ്റെ ഭാര്യ റെബേക്ക, അവരുടെ 2 മക്കൾ ആണ്. മൂത്ത മകൻ ഏശാവ് അല്ലേ, പിന്നെ യാക്കോബ്. ഏശാവ് വേട്ടക്കാരനായിരുന്നു, യാക്കോബ് അന്തഃപുരവാസിയായിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമത്. അതായത് ഏശാവ് വേട്ട കഴിഞ്ഞ ഒരു ദിവസം വരുമ്പോൾ അവന് ക്ഷീണവും താവും തോന്നിയപ്പോൾ
അനിയൻ യാക്കോബിൻ്റെ മുമ്പിൽ പായസം ഇരിക്കുന്നത് കണ്ടിട്ട് അവനോട് ചോദിച്ചു, എനിക്ക് അല്പം തരാമോ? അപ്പോൾ പറഞ്ഞ്, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാമെങ്കിൽ ഞാൻ തരാം. അവൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ ഒരു വീട്ടിൽ ഏശാവും യാക്കോബും നമ്മുടെ ഇവരെ ഒരു കുടുംബത്തിൽ താമസിക്കുന്നവർ. ഏശാവിൻ്റെ മക്കൾ യാക്കോബും മറ്റേ മൂത്ത മകൻ്റെ പേര് ഓർക്കുന്നില്ല, ഏതായാലും കൊണ്ടും ഈ രണ്ട് മക്കളും റബേക്കയേ ഉള്ളൂ. ഈ റബേക്ക പായസം ആർക്ക് വേണ്ടി ഉണ്ടാക്കി? ഒരാൾക്ക് വേണ്ടിയാണോ? എൻ്റെ മൂത്ത മകൻ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്, അവന് കൂടെ കൊടുക്കാനായിട്ട് നോക്കിയോ? ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് കാരണം പറഞ്ഞത് ഇതാണ് സ്ത്രീ വിദ്വേഷം. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതി, അവർ ഉദ്ദേശിക്കുന്ന പോലെ. ഇനി ഞാൻ പറയാം, യേശാവ് വേട്ട കഴിച്ചു വന്നിട്ട് അപ്പന് വേട്ടയിറച്ചി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പറഞ്ഞു. എങ്കിൽ അത് ആ കുടുംബത്തിൽ എന്തുകൊണ്ട് ഒരുമിച്ചതായില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ്ടായോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബകലമുണ്ടായിരുന്നു. കുടുംബകലം പുറമേ അല്ല. ഈ വേട്ടയിറച്ചി യേശാവ് കൊണ്ടുവന്നാൽ അമ്മേനെ കൊടുത്തേച്ച് അമ്മ ഉണ്ടാക്കി കൊടുക്കത്തില്ലയോ? അല്ല, അതുകൊണ്ട യേശാവ് അല്ല, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ അവിടെ ഒരു വീട്ടിൽ 4 പേരുള്ളിടത്ത് ഇങ്ങനൊരു വേർകൃത്യം വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ ലോകത്തെന്തുവാ? നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും ഓരോ മുറിയിൽ സുഖമായി കിടക്കുന്നു. ചില മുറിയിൽ ഭാര്യയും ഭർത്താവും കൂടെ കിടന്നാൽ ഭർത്താവ് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടാൽ ഭാര്യയ്ക്ക് ഇഷ്ടമാകത്തില്ല. ഉടനെ മുറുമുറുക്കടക്കം. സ്ത്രീ പോലും ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് ഇന്നത്തെ നമ്മുടെ ജനങ്ങൾക്കില്ല, നമുക്കില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മളിത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഞാൻ ഏതാണ്, ഞാൻ എന്താണ്, ഞാൻ ഏതാണെന്ന് വലിയൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും. എന്തു പറഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മളെ ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ മക്കളുണ്ടെന്നിരിക്കട്ടെ, എന്നാലും ഭർത്താവ് ചിലപ്പോൾ ഇടയ്ക്കൊന്ന് ലൈറ്റിട്ട് വെളിയിലോട്ടിറങ്ങി, വെളിയിലോട്ടിറങ്ങി. ഇന്ന് ബെഡ്റൂമും എല്ലാ കുന്തങ്ങളും ഉണ്ടെന്ന് നമുക്ക്. പണ്ടത്തെ നമ്മൾ ചെറ്റക്കൂടലിൽ ഒരു കൂടലിൽ അപ്പനും അമ്മയും 5-6 മക്കളും കൂടെ ജീവിച്ച സാഹചര്യം നമ്മൾ മറന്നുപോയി. എങ്കിലും ഈ ഇന്നത്തെ സാഹചര്യം എവിടെ നിന്നുണ്ടായി? അത് ആരും ചിന്തിക്കുന്നില്ല. കുറ്റം പറയാൻ എൻ്റെ സുഖം നഷ്ടപ്പെടുന്നു ലൈറ്റിട്ട ഉടനെ. നല്ലത് തന്നെ മായേക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ചിന്തിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മൾ നമ്മുടെ പഴയ കാലങ്ങളെ മറന്നു പോകുന്നു. പഴയ ജീവിതം, നമ്മുടെ അപ്പനമ്മമാർ. മക്കളെ, നിങ്ങൾക്കറിയത്തെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിലൊക്കെ ഒരു വിധത്തിൽ ഞാൻ പ്രശോഭിച്ചൊന്നുമല്ല, ഞാൻ കൂടുതൽ നിലയിലൊന്നും പറയല്ല. എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ പാടത്ത് നെല്ലിന് വെള്ളം കൊടുക്കാൻ ചക്കര ചവിട്ടാൻ പോയിട്ടുണ്ട്. വെളുപ്പിന് 4 മണിക്ക് എൻ്റെ അപ്പൻ്റെ കൂടെ.
എനിക്കതിനൊരു വിഷമവും ഇല്ലായിരുന്നു. എന്നാലും സ്കൂൾ ഫൈനൽ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് 3 രൂപ എൻ്റെ അപ്പന് തന്ന്, എനിക്ക് തന്നില്ല. വിഷമമുണ്ടാവും. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ പോകാത്ത ഒരു മനുഷ്യൻ ഞാൻ മാത്രം. അത് പോട്ടെ, അത് കഴിഞ്ഞിട്ടും എനിക്കൊരു ഫ്യൂച്ചറില്ല. സ്വന്തം മകളെ നേഴ്സിങ്ങിന് പറഞ്ഞു വിട്ടു, ആരൊക്കെ കയറി പറഞ്ഞു വിട്ടു. അവളെ കെട്ടിക്കാൻ നേരവും ഞാൻ ഇപ്പോഴും എൻ്റെ സത്യം പറയുക, ആകെ 50 സെൻറ്റ് സ്ഥലം എൻ്റെ അപ്പൻ്റെ പേരിലുള്ളത്. ഒരു പറ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അപ്പന് കിട്ടിയ വീതമാണ്. അതിന് 5000 രൂപ ഡവറി കൊടുക്കണം, ഗൾഫുകാരനാണ്. ആ നാറിയെ ഞാൻ പറഞ്ഞുതരാം, പോട്ടെ. ഏതായാലും അവൻ പ്രകടനം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇടനിലക്കാരനോട് പറഞ്ഞു, എങ്ങനാ ഉടനെ ഈ മനുഷ്യൻ കെട്ടാൻ വന്ന മനുഷ്യൻ പറഞ്ഞു, സാരമില്ല, ഇത്ര തെറ്റ ബാക്കി ഈ പുരയുടെ വീട് തന്നാൽ മതി. ഓ ശരി. അതിനായി ആ കണ്ടം വിറ്റു. ഞാൻ പറഞ്ഞു കൊടുത്തേരെ. എൻ്റെ അമ്മാച്ചൻ എന്ന് പറഞ്ഞ കൊച്ചു ഉപയോഗിച്ചാൻ, ആ മനുഷ്യൻ പോലും നല്ലൊരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലും 10-12 പിള്ളേരുടെ സഹോദരങ്ങളുള്ള കുടുംബത്തിലെ ഒരു മനുഷ്യൻ, ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സഹായിച്ച മനുഷ്യൻ. ആ മനുഷ്യന് അടുത്ത് എൻ്റെ അമ്മയും അപ്പനും ഞാനും കൂടെ ചെന്നപ്പോൾ പറഞ്ഞു, 1000 രൂപ ഞാൻ 5000 രൂപ കൊടുക്കണം, 1000 രൂപ ഞാൻ തന്നേക്കാം. ബാക്കി കണ്ടം വിറ്റു. അത് കഴിഞ്ഞിട്ട് ബാക്കി അദ്ദേഹം എൻ്റെ സ്ഥലത്തിൻ്റെ പേരിൽ ഇത് ചെയ്തു. ശരി, എല്ലാം കഴിഞ്ഞു. അതെല്ലാം ഭംഗിയായി നടന്നു. മകളെ, ഞാൻ പറഞ്ഞത് എന്താണ്, ചില മനുഷ്യർ അവരുടെ സ്വാർത്ഥ സ്വഭാവം എപ്പോഴും എടുക്കും. എനിക്ക് 2 വർഷം ഞാൻ SLC പാസ്സായിട്ട് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഞാൻ പോയില്ല. ആകെ പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം ടൈപ്പ് പഠിക്കാൻ എനിക്ക് പഠിക്കേണ്ട കാര്യം എന്നെ പഠിപ്പിക്കാതെ കോളേജിൽ പോയി ഞാൻ പഠിക്കുകയല്ല. ഏതെങ്കിലും എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്നെ പഠിപ്പിക്കുക. ടൈപ്പ് ഇവിടുത്തെ ABC അടിക്കുകയാണോ എൻ്റെ ജോലി? എന്നെ കൊണ്ട് കഴിയത്തില്ല. 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിയോടി ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനും ഇതുപോലെ ഗതിയിട്ട ഒരു മനുഷ്യനാണ്. ഞങ്ങൾ 2 കൂടി ഇങ്ങനെ രാവിലെ നടന്ന് ചിരിച്ചു വരും. വീട്ടുകാരുടെ വായിക്കുന്നതൊക്കെ കേട്ടിരുന്ന് വെച്ചാൽ ഏതായാലും കൊള്ളം. ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ സംഭവം ഞാനിപ്പോൾ പുറത്ത് പറയാനൊക്കത്തില്ല. ആ സംഭവത്തോടുകൂടി ഞാൻ ഉണർന്നു. ഞാൻ എൻ്റെ കാശിനെഴുതി, ഒരു രക്ഷയില്ല, എന്നെ കൊണ്ടുപോകണം. അദ്ദേഹം EMB സെൻ്ററിൽ ട്രെയിനിങ്ങിലായിരുന്നു. ആ ആൾ പറഞ്ഞു, ഇത്ര ദിവസത്തിലാണ് ഞാൻ അവിടെ വരും, നിന്നെ കൊണ്ടുപോരാം. അവിടുന്നാണ് ഞാൻ നേവിക്ക് വരുന്നത്. നേവിയിലെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല, നേവിയിലൊന്നും അല്ല. നേവി കഴിഞ്ഞാണെങ്കിലും ഗൾഫ് ജീവിതമാണെങ്കിലും ഞാൻ ഒരിടത്തും തല താഴ്ത്തി വയ്ക്കേണ്ടി വന്നില്ല, തല കുറിക്കേണ്ടി വന്നില്ല. ഒരുത്തൻ്റെ മുന്നിൽ നല്ലതുപോലെ അധ്വാനിച്ച് ആത്മാർത്ഥതയോടുകൂടി ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ സ്വയം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതിന് ദോഹയിലാണെങ്കിലും ഇന്ത്യൻ നേവിയിലാണെങ്കിലും ചരിത്രം നിങ്ങൾ നോക്കിയാലറിയാം. ഇതൊന്നും പറയാനില്ല ഞാൻ ഇപ്പോൾ വന്നേ.
ഇനി ഞാൻ പറയാൻ വന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എന്തുവാണ് മക്കളെ, രാഷ്ട്രീയവും മതവും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയവും മതം കൂടെ ഒരുമിച്ച് പൊതുജനങ്ങളെ നശിപ്പിക്കുക. അതിന് ഈ പൊതുജനങ്ങളിൽ തന്നെ കുറേ നാരന്മാരുണ്ട്. അവന്മാർ രാഷ്ട്രീയ നേതാക്കൻ മത നേതാക്കന്മാരെ താങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദോഷം മുഴുവൻ സംഭവിക്കുന്നത്. ഇനി ഞാൻ പറയാം, ശബരിമലയിലെ സ്വർണം ഒന്നും തെളിയാൻ പോകുന്നില്ല. അത് എവിടുന്ന് നോക്കണം, ഏത് അന്വേഷണ ഏജൻസി വന്നാലും അതൊന്നും തെളിയത്തില്ല. അങ്ങനെ തെളിയാനാണെങ്കിൽ ഒരു ചെറിയ കംപ്ലൈൻ്റ് എങ്കിലും ഒരാളെക്കുറിച്ച് ആ സ്വർണ്ണ കവർച്ചയിലുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിക്ക് കേരളത്തിൽ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തില്ല. എങ്ങനെ കൊടുക്കും? പിണറായി വിജയനും കേന്ദ്രവുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് ഇന്നും കണ്ടത്. അതായത് BJP കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ഹൈസ്പീഡ് റെയിൽവേ കേരളത്തിൽ വരും. അതായത് നമ്മുടെ എഞ്ചിനീയർ ശ്രീധരൻ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഇന്ന് കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ BJP വന്നാൽ അത് വരും, അല്ലയില്ല. ഞാൻ ചോദിക്കുന്നേ, ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണം അവിടെ കണ്ടിരിക്കുമ്പോൾ എല്ലാ സംസ്ഥാനവും ഒരുപോലെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കടമ അവരുടെ തന്നെ. ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് വരും. ഇന്ന് കോൺഗ്രസും CPM എന്ന് പറഞ്ഞാൽ വീടുതോറും കയറി അവർ ചെയ്ത നന്മപ്രവൃത്തികൾ എനിക്കറിയാൻ പറ്റ എന്ത് നന്മ ചെയ്തു എന്നുള്ളത്. അവരേതെങ്കിലും ഈ ഇറങ്ങി വരുന്നവർ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവരോടൊന്ന് ചോദിക്കും, എന്ത് നിങ്ങൾ നന്മ ചെയ്തു എന്ന്. പിന്നെ അവരുടെ കാര്യങ്ങളോടൊന്ന് ഞാൻ ചോദിക്കും. പക്ഷേ ചിലപ്പോൾ പിന്നെ എൻ്റെ വീടോ ഞാനോ കണ്ടെന്നിരിക്കത്തില്ല. എങ്കിലും എൻ്റെ വീട്ടിൽ വരുന്നതോട് ഞാൻ ചോദിക്കും. കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയവും മതവും എല്ലാം പൊതുനിരത്തിലാണ് അവരുടെ പ്രകടനങ്ങൾ. വെടിസോശൻ നല്ല മനുഷ്യൻ, എവിടുന്ന അവൻ്റെ ചെവിയിലാണ് ആ പെങ്കൊച്ച് ഓതിക്കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് പീഡിപ്പിച്ചത്. ഇപ്പം അവനെക്കുറിച്ച് പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പീഡിപ്പിച്ചെന്ന് റീനിയാൻ ജോർജ് പറയുന്നില്ല. കാരണം സകല ചരിത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു വിട്ടു. അതുകൊണ്ട് റീനിയാൻ്റെ അത് കഴിഞ്ഞിട്ട് പണ്ടും മുഖ്യമന്ത്രിയെ വിളിച്ചാണ് ഇമെയിലോ ഏതൊക്കെ മെയിലധികം മുഖ്യമന്ത്രി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നത്. കംപ്ലൈൻറ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എവിടെ ചെയ്യുന്നത്, പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഹയർ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുന്നത് മുഖ്യമന്ത്രി അടുത്ത്. അതിന് വല്ല പ്രൂഫ് ഉണ്ടോ? ഏതായാലും കൊള്ളാം മക്കളെ, നല്ല കാര്യം. കേരളം നന്മയിലേക്ക് തന്നെയാണ്. ഇന്നും പറഞ്ഞു, ഇന്നൊരു ഇത് കണ്ടു, കേരളം ഇന്ന രീതിയിലൊക്കെ മുന്നോട്ട് വന്നു. ഇനിയും മുന്നോട്ട് വന്നെങ്കിൽ ഇനിയും അടുത്ത ഭരണകൂടം കിട്ടണമെങ്കിലേ ഞങ്ങളുടെ ബഡ്ജറ്റെല്ലാം ഞങ്ങൾക്ക് ശരിയായി തീർക്കാനൊക്കെ ഉള്ളൂ. കാരണം അന്ന് കേരളത്തിൻ്റെ നാശം അടുത്ത CPM ഭരണത്തിൽ വന്നാൽ കേരളത്തിലെ സാധാരണ ജനങ്ങളില്ലാതാകും. പണവും പ്രതാപമുള്ളവരും അവരും കഷ്ടപ്പെടും. രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെ ഇപ്പം നിങ്ങൾ കാണാൻ രാഷ്ട്രീയക്കാർക്ക് MLA മാർക്ക് ഫ്ലാറ്റ് പണിയുന്നു.
മറ്റേ അവർക്ക് ഉണ്ട് എൽഎംഎൽഎമാർക്ക് താമസിക്കാൻ കോട്ടയുണ്ട്, ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂമാണെന്ന് എനിക്ക് ഇപ്പോൾ ഫാമിലിക്ക് താമസിക്കത്തക്കവണ്ണം ഫ്ലാറ്റ് പണിയുന്നു. ഇനി എന്താ അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്താണെങ്കിലും ഉണ്ടോ? ഈവൻ കോടതിക്ക് ഭാഗത്തിലെ കോടതി ചോദിച്ചാൽ ആ ചോദിക്കുന്ന ജഡ്ജ് അവിടുന്ന് ഉടനെ മാറിപ്പോവും. ആ സുപ്രീം കോടതി ജഡ്ജി വരെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഞാൻ കൂടുതൽ പറയില്ല. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നാളെ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവനുള്ള ശരീരം കാണുമെന്ന് എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. സഹോദരേ, നന്ദി.